8ാം ക്ലാസ്സിലെ കെമിസ്ട്രി 15ാമത്തെ പാഠഭാഗമായിട്ടുള്ള സൊല്യൂഷൻസ് അഥവാ ലായനികൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രൂ സൊല്യൂഷൻസ്, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസ്. അതായത് യഥാർത്ഥ ലായനികൾ, അതുപോലെ കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്താണ് യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ട്രൂ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ചെറിയ കണികകളായിരിക്കും. നമുക്ക് അവരെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും സൂക്ഷ്മമായിട്ടുള്ള കണികകളായിരിക്കും. അതുപോലെ അതിലൂടെ നമ്മളൊരു ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനെ കടത്തിവിടും. അതായത് അവരിൽ തട്ടിത്തെറിച്ച് പോകാൻ പോലും പാകപ്പെട്ടിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ കണികകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിനെ അവർ സ്കാറ്റർ ചെയ്യില്ല, അല്ലെങ്കിൽ വിസരിപ്പിക്കില്ല. അതുപോലെ നമ്മളൊരു ഫിൽറ്റർ പേപ്പർ എടുത്ത് ഇവരെ അരിച്ചു നോക്കുകയാണെങ്കിൽ, ഫിൽറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കണികകളൊന്നും കാണാൻ കഴിയില്ല. എക്സാമ്പിളായിട്ട് നമ്മുടെ ഷുഗറിൻ്റെ ലായനി, അതായത് പഞ്ചസാര ലായനി, അതുപോലെ ഉപ്പിൻ്റെ ലായനി ഒക്കെ അതിന് എക്സാമ്പിളാണ്. അതായത് ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷനൊക്കെ എക്സാമ്പിളാണ്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. വാട്ടറിൽ ഷുഗർ മിക്സ് ചെയ്യുന്നു, ഷുഗർ സൊല്യൂഷനാണ്, നമുക്ക് പാർട്ടിക്കിൾസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അടുത്തതായിട്ട് കൊളോയിഡ്സിൻ്റെ കേസ് പറയുന്ന സമയത്ത് ഒരു മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. കമ്പയർഡ് ടു നമ്മുടെ ട്രൂ സൊല്യൂഷൻ, അല്ലെങ്കിൽ യഥാർത്ഥ ലായനികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. നമുക്ക് നഗ്നനേത്രം കൊണ്ട് അങ്ങനെ കാണാനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് വെച്ച് നോക്കി നമുക്ക് കാണാനൊന്നും കഴിയത്തില്ല. അതുപോലെ പക്ഷേ അവർ ലൈറ്റിനെ ചെറുതായിട്ട് സ്കാറ്റർ ചെയ്യും, അല്ലെങ്കിൽ വിസരിപ്പിക്കും. അതുപോലെ നമ്മൾ ഫിൽറ്റർ പേപ്പറൊക്കെ എടുത്തിട്ട് അവർ അരിച്ചു നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് കണികകളൊക്കെ കിട്ടാൻ ചാൻസും ഉണ്ട്. സോ പിന്നെ ഇവർ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. അതായത് കുറച്ച് നേരം മിക്സ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവ താഴെ വന്ന് അടിഞ്ഞു കൂടത്തൊന്നുമില്ല. അത്രയും വലിയ കണികകളല്ല എന്നർത്ഥം. ഓക്കെ, എക്സാമ്പിളായിട്ട് പാല്, അതുപോലെ മഷി, അതുപോലെ ഫോഗ്, മൂടൽമഞ്ഞ്. ഓക്കെ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് സൊല്യൂഷൻ. ഓക്കെ, ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, അതായത് ട്രൂ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ കൊളോയിഡ് ആകുമ്പോൾ ഒരു ഇത്രയും വലുപ്പമുള്ളൊരു മീഡിയം സൈസിൽ കണികകളാണ് ഉള്ളത്. ദെൻ സസ്പെൻഷൻ ആകുമ്പോൾ വലിയ കണികകളാണെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാല്, അതുപോലെ മഷി, മൂടൽമഞ്ഞൊക്കെ അതിന് എക്സാമ്പിൾ ആണെന്നുള്ളത്. നമുക്ക് കാണാൻ കഴിയില്ല അതിലുള്ള പാർട്ടിക്കിൾസിനെ, പക്ഷേ അവരിൽ പാർട്ടിക്കിൾസ് കുറച്ച് മീഡിയം സൈസിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണികകൾ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്ത ആളാണ് സസ്പെൻഷൻസ് എന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം വലുപ്പമുള്ള കണികളായിരിക്കും. നമുക്ക് നമ്മുടെ കണ്ണ് വെച്ച് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. പിന്നെ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റിനൊക്കെ അവർ റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് അവർ തട്ടിത്തെറിപ്പിച്ച് വിടുക ചെയ്യുക. ഓക്കെ, അതായത് അപ്പോൾ അവരിലൂടെ നന്നായിട്ട് ലൈറ്റിനെ കാണാൻ കഴിയും. നമ്മൾ അതിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അവരെ നന്നായിട്ട് കാണാൻ കഴിയും. പിന്നെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഇവർ താഴെ വന്ന് അടിഞ്ഞുകൂടും. ആ ഒരു സൊല്യൂഷൻ്റെ താഴെ ബോട്ടമിൽ വന്നിട്ട് അടിഞ്ഞുകൂടും. അതുപോലെ ഒരു ഫിൽറ്റർ പേപ്പർ എടുത്ത് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ലീനത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എക്സാമ്പിളായിട്ട് ചളിവെള്ളം, മഡി വാട്ടർ, അതുപോലെ ചാക്ക് പൗഡർ, അതായത് ചോക്കപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്തും അതുപോലെയാണ്. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ നമ്മളൊരു ചോക്ക് പൗഡറിനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത സമയത്ത് ഇങ്ങനെ കിടപ്പുണ്ടാവുക. സസ്പെൻഷനാണ്, നമുക്ക് ആളുകളെ കാണാൻ കഴിയും. കാരണം ആ ബ്ലൂ കളറാണ് നമ്മൾ ചാക്ക് പൗഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്ലൂ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാട്ടർ വേറെയും, അതുപോലെ ഒരു ഫിൽറ്റർ പേപ്പർ വെച്ച് അരിച്ചെടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോക്ക് പൗഡർ വേറെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ, ഇതിലൂടെയൊക്കെ നമുക്ക് ലൈറ്റ് കടത്തിവിട്ടാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെ ഒരു ട്രൂ സൊല്യൂഷനിലൂടെ ലൈറ്റ് കടത്തിവിടുന്നു. ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. എന്നാൽ കൊളോയിഡ് ആകുമ്പോൾ കുറച്ച് കാണുന്നുണ്ട്. സസ്പെൻഷൻ ആകുമ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് അടക്കം റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ കാര്യമാണ്. ഈ ഒരു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ, ഇവരുടെ കാര്യത്തിൽ ഏകാത്മക മിശ്രിതങ്ങളുടെയും അതുപോലെ ഭിന്നാത്മകത മിശ്രിതങ്ങളുടെയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഹോമോജീനിയസ്, ആരൊക്കെയാണ് ഹെറ്ററോജീനിയസ് നോക്കാം. ട്രൂ സൊല്യൂഷൻസ്, അതായത് യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്തായിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും. അവരിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ അടിഞ്ഞു കൂടിയിട്ട് ഒരാളെ കിട്ടത്തില്ല, അല്ലെങ്കിൽ കാണാൻ കഴിയത്തില്ല.
ഓക്കെ, അടുത്തത് ഹെട്രോജീനിയസിൻ്റെ കേസാണ്. അതിൽ കൊളോയിഡ്സും സസ്പെൻഷൻസും ഒക്കെ ഹെട്രോജീനിയസ് ആയിട്ടാണ് വരിക. അതൊരു കുറച്ചും കൂടി വലിയ കണികകളാണ്. അത്രയും ട്രൂ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് ആക്കാൻ കഴിയില്ല. അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് കൊളോയിഡിലെ പാർട്ടിക്കിൾസിനെ ക്ലിയർ ആയിട്ട് കണ്ടില്ലെങ്കിലും ഫിൽട്ടർ പേപ്പറിലൂടെ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ കണികകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ അത് ഹെട്രോജീനിയസ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ട്രൂ സൊല്യൂഷൻസ് ഹോമോജീനിയസ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതങ്ങളാണ്. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.